അഭിജിത്ത്, വയനാട്ടിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. പുഴകൾ കരകവിഞ്ഞൊഴുകി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് മഴ സാഹചര്യം? മഴയുണ്ടോ? മഴക്കെടുതികൾ എത്രത്തോളം രൂക്ഷമാണ്? വിനീത, ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നതൊഴിച്ചാൽ വലിയ അത്യാഹിതങ്ങളൊന്നും ഇന്ന് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ആശ്വാസകരമായ കാര്യം. ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടായിരുന്നു. രാവിലെ ഏതാണ്ട് 10 മണിവരെ വലിയ മഴ പെയ്തു, ശക്തമായ കാറ്റുമുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞിങ്ങോട്ട് മഴയ്ക്കൊരു കുറവ് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ശക്തമായ മഴ ജില്ലയിലില്ല. ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. ഒരുപക്ഷെ അല്പസമയം കഴിഞ്ഞാൽ മഴയ്ക്കുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിനീത, ബത്തേരിയിലും തലപ്പുഴയിലുമാണ് മരങ്ങൾ കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. ബത്തേരിയിൽ കുര്യാക്കോസ് എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം വീണു. ഒപ്പം തന്നെ തലപ്പുഴയിൽ റോഡിന് കുറുകയായി വീണ മരം ഗതാഗത തടസ്സമുണ്ടാക്കി. പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തി മരം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ ഇപ്പോൾ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 2 ക്യാമ്പുകളും മാനന്തവാടി താലൂക്കിലാണ്. കൂടാതെ മക്കിമലയിൽ ഇന്നലെ മണ്ണിടിഞ്ഞൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നാലെ പുഴയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് കുടുംബങ്ങളെയൊക്കെ മാറ്റിയിരുന്നു. നിലവിൽ അവർ തിരിച്ച് വീടുകളിലേക്കൊക്കെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ കാര്യമാണ്. വയനാട്ടിൽ പറയത്തക്ക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മരങ്ങൾ കടപുഴകി വീഴുന്നതും ഈ പുഴകളിൽ വെള്ളം ഉയരുന്നതും ഒക്കെ തന്നെ മാത്രമാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. ശരത്